സമരത്തിൽ പങ്കെടുത്ത ആശാമാർക്ക് ശമ്പളമില്ല. ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ലഭിക്കാതെ ആശാവർക്കർമാർ. ആലപ്പുഴയിൽ ആശാവർക്കർമാർ DPMന് കൂട്ടനിവേദനം നൽകി. തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുത്തവർക്കാണ് ഓണറേറിയം ലഭിക്കാത്തത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നിഷാ ദിലീപ് ചേരുന്നു. നിഷ, നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു, സമരത്തിൽ പങ്കെടുത്താൽ ആശമാർക്ക് ശമ്പളം നൽകില്ല എന്ന്. ഇതുമായി ബന്ധപ്പെട്ട ടെലിഫോൺ സംഭാഷണമടക്കം ജനം TV പുറത്ത് വിട്ടിരുന്നു. ഇപ്പോഴിതാ സമരത്തിൽ പങ്കെടുത്ത ആശമാർക്ക് ശമ്പളമില്ല, ശമ്പളം തടഞ്ഞു വച്ചിരിക്കുന്നു. ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ആശാ വർക്കർമാർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് വിശദാംശങ്ങൾ. നിഷ, CPMന്റെ പ്രതികാര നടപടി, ആശമാർക്കെതിരെയുള്ള CPMന്റെ പ്രതികാര നടപടി തുടരുകയാണ്. നേരത്തെ ഭീഷണിപ്പെടുത്തിയതുപോലെ തന്നെ, ശബ്ദ സന്ദേശത്തിലൂടെ ഭീഷണിപ്പെടുത്തിയതുപോലെ തന്നെ അത് CPM പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ആശമാരുടെ ഫെബ്രുവരി മാസത്തെ ഓണറേറിയമാണ് ലഭിക്കാതിരിക്കുന്നത്. അന്ന് തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുത്ത ആശമാർക്കാണ് ഇപ്പോൾ ഓണറേറിയം ലഭിക്കാത്തത്. ആശമാർ 146 ആശാവർക്കർമാർ ഒപ്പിട്ട കൂട്ട നിവേദനമാണ് ആലപ്പുഴയിൽ DPMന് നൽകിയിരിക്കുന്നത്. എന്തായാലും നമ്മളടക്കമുള്ള ആളുകൾ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരുന്നു. ആശാ വർക്കേഴ്സ് യൂണിയന്റെ CITU ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം, അതായത് സമരത്തിൽ പങ്കെടുക്കാൻ പോയാൽ ഓണറേറിയം അടക്കം ലഭിക്കില്ല എന്ന ശബ്ദ സന്ദേശം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു അന്ന് ആശാ വർക്കർമാരുടെ ഗ്രൂപ്പിൽ വന്നത്. ആ കാര്യങ്ങൾ അന്ന് ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞ് ആശമാരെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങൾ CPM പ്രാബല്യത്തിൽ കൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ആശാ വർക്കർമാർക്ക് ലഭിക്കാത്തത്. എന്തായാലും സമരത്തിൽ പങ്കെടുത്ത ആശമാരെ ദ്രോഹിക്കാനുള്ള നടപടികളെല്ലാം തന്നെ CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ ആശമാർക്ക് ഫെബ്രുവരി മാസത്തെ ശമ്പളം ലഭിക്കാത്തത്. 146 ആശാ വർക്കർമാരാണ് അല്പസമയം മുമ്പ് ആലപ്പുഴയിലെത്തി DPMന് നിവേദനം നൽകിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ, DPMന് കൂട്ടനിവേദനം നൽകി എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഓണറേറിയം തടഞ്ഞു വെച്ചതിൽ DPM നൽകുന്ന വിശദീകരണം എന്താണ്? അല്ലണ്ട് DPMന് ഇവർ ഒപ്പിട്ട് നിവേദനം നൽകി, പക്ഷേ DPM പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ആശമാർക്കെതിരെയുള്ള പ്രതിഷേധം ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് സമരം ശക്തമായ സാഹചര്യത്തിൽ ജില്ലാ തലങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം ആശമാരുടെ സമരം നടത്തിയ ഒരു ജില്ലയാണ് ആലപ്പുഴ. അന്ന് ആലപ്പുഴയിൽ ആശമാർ സമരം നടത്തുന്ന ആ ഒരു സമയത്ത് തന്നെ CITUവിന്റെ നേതൃത്വത്തിൽ തൊട്ടടുത്ത് തന്നെ പാസ്പോർട്ട് ഓഫീസിലേക്ക് ആശമാരുടെ സമരം നടത്തി ഈ സമരം പൊളിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. പക്ഷേ നിരവധി ആശമാർ, ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത സമരമായിരുന്നു അന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്നത്. ഈ സമരത്തിൽ പങ്കെടുത്താൽ പോലും ഓണറേറിയം അടക്കം ലഭിക്കില്ല. മാത്രമല്ല, ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടില്ല. ഇനിയും നിരവധി പ്രശ്നങ്ങൾ ആശമാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ആ ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം വന്നത്. അതിനുശേഷം പിന്നീടും ആശമാരുടെ ഗ്രൂപ്പിൽ ആശാ വർക്കേഴ്സ് യൂണിയന്റെ സമരം പൊളിക്കാനായി വീണ്ടും ഇടപെടൽ നടന്നിരുന്നു. CITU ആശാ വർക്കേഴ്സ് യൂണിയന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഗീതാഭായിയുടെ ശബ്ദ സന്ദേശം വീണ്ടും പുറത്തു വന്നിരുന്നു. അതും ഇത്തരത്തിൽ ആശമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ തൊഴിലിന് ഇനി വേതനം ലഭിക്കില്ല എന്ന തരത്തിൽ, ഓണറേറിയം ലഭിക്കില്ല, അതിന് തടയും എന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്തായാലും ആ ഭീഷണിപ്പെടുത്തലൊക്കെ ഇപ്പോൾ നിലവിൽ വരുത്താനുള്ള ഒരു ശ്രമമാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആശമാർക്ക് ഓണറേറിയം ലഭിച്ചിട്ടില്ല. ഫെബ്രുവരി മാസത്തെ ഓണറേറിയമാണ് ലഭിക്കാനുള്ളത്. DPM ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. അനിൽ നമ്പ്യാർ, സമരത്തിൽ പങ്കെടുത്ത ആശമാർക്ക് ശമ്പളമില്ല. ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ലഭിക്കാതെ ആശാവർക്കർമാർ. ആലപ്പുഴയിൽ ആശാവർക്കർമാർ DPMന് കൂട്ടനിവേദനം നൽകി. തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുത്തവർക്കാണ് ഓണറേറിയം ലഭിക്കാത്തത്. നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.